ഈ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ഗൾഫ് ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളെയും ഇറാൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. 3 ദിവസം മുമ്പ് തന്നെ ഈ രാജ്യങ്ങൾക്കൊക്കെയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ്, അത് ഡ്രോണുകളും അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും അതിൽ പ്രയോജനപ്പെടുത്തും, പക്ഷെ അത് പരിമിതമായിരിക്കും, അത് സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങളുടെ പോലും വിശ്വാസ്യത ആർജിച്ചെടുത്തുകൊണ്ടുള്ളൊരു നീക്കമാണ്. നേരത്തെ ഇപ്പോൾ 79-ൽ 8 കൊല്ലത്തോളമാണ് ഇറാഖുമായിട്ട് ഇറാൻ നേരിട്ട് യുദ്ധം, ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ട യുദ്ധമാണ്. ഇസ്ലാമിക റവല്യൂഷനെ അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്ക പ്രത്യക്ഷത്തിൽ തന്നെ എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുത്തൊരു യുദ്ധമാണ്. പല ഗൾഫ് രാജ്യങ്ങളും അന്ന് അമേരിക്കക്കൊപ്പം നിലയുറപ്പിച്ചതാണ്. പക്ഷേ ആ സാഹചര്യമല്ല ഈ 2024-ൽ എത്തി നിൽക്കുമ്പോഴുള്ളത്. അന്നുള്ള അമേരിക്കയോടുള്ള ആഭിമുഖ്യമല്ല, അതിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, രാഷ്ട്രീയമായ അടിയൊഴുക്കുകളുണ്ട്. റഷ്യയും ചൂണ്ടിക്കാണിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ട് ഇറാനെതിരെ ഒരു ഓപ്പറേഷനിലേക്ക് പോകാൻ ഇസ്രായേൽ സഖ്യത്തിന് കഴിയില്ല എന്ന്. സുഹൈൽ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പം ഇനിയൊരു യുദ്ധം തുടങ്ങി എന്ന് വിചാരിക്കുക, ഇറാൻ ഒറ്റയ്ക്കായിരിക്കുമോ? കാര്യത്തിൽ നമുക്ക് പലതരത്തിലുള്ള അസംഷനിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഇപ്പോൾ നേരത്തെ ഈ ഒരു ഗസ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളൊരു സിനാരിയോ ഉണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഇറാനുമായി ചൈനയും അതേപോലെ തന്നെ റഷ്യയും വൻതോതിൽ മുമ്പ് എങ്ങുമില്ലാത്ത രൂപത്തിലുള്ള കൈകോർക്കൽ നടന്ന ഒരു ഘട്ടമാണ്. യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യ കൂടുതൽ ഇറാനുമായി സഹകരിക്കുകയും ഇറാനും റഷ്യയും എണ്ണ ഇടപാട് സജീവമാക്കുകയും ഡോളർ ഒഴിവാക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം. ചൈനയും കൂടുതലായി ഇറാനുമായി കൈകോർക്കുകയും എന്ന് മാത്രമല്ല സൗദിയുമായുള്ള ബന്ധത്തിൽ വരെ കുറേ കാലമുണ്ടായിരുന്ന ആ വിടവ് നികത്താൻ ചൈന മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് ഈ 2 രാജ്യങ്ങളെയും കൈകോർത്ത് പിടിക്കുന്ന സാഹചര്യം, ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടാക്കിയത് ചൈനയായിരുന്നു.